ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. ചന്ദ്രിക, നീ പോയി മേഘയോട് ഞാൻ വിളിക്കുന്നു എന്ന് പറയും. ശരി സാർ. പിന്നെ മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത് ലക്ഷ്മി അമ്മ പറയാണ്, ഏട്ടാ, ചന്ദ്രികയാണ് നമ്മുടെ മകള് എന്ന് അവളോട് എപ്പോഴാണ് പറയാൻ പോകുന്നത്? സമയം വരുമ്പോൾ ഉറപ്പായും പറയാം. ഭഗവാൻ അതിനുള്ള സമയം ഉറപ്പായും ഉണ്ടാക്കിത്തരും. പിന്നെ ചന്ദ്രിക താഴേക്ക് ഇറങ്ങി വന്നിട്ട് പറയാണ്, മേഘയെ സാറ് മുകളിലേക്ക് വിളിക്കുന്നു. എന്നെയോ? ആ അതേ മേഘ. ശരി, നീ പോയിക്കോ, ഞാൻ പോയിക്കോളാം. മേഘ പിന്നെ ആലോചിക്കാണ്, അച്ഛൻ എന്തിനായിരിക്കും വിളിക്കുന്നത്? ഒരുപക്ഷെ ഞാൻ ബിസിനസ്സിന് വേണ്ടി പണം ചോദിച്ചില്ലേ, അതിനായിരിക്കുമോ? എന്തായാലും ഉറപ്പായും ആ കാര്യം സംസാരിക്കാനായിരിക്കും. ശരി, എന്തായാലും പോയി ചോദിച്ചേക്കാം. മേഘ വളരെ സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് പോവുകയാണ്. മേഘയുടെ ആ സന്തോഷത്തോടുള്ള പോക്ക് കണ്ടിട്ട് ലക്ഷ്മിക്ക് കരച്ചിൽ വന്നു. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ് മഹേന്ദ്രൻ സാറിൻ്റെ അടുത്ത്, ഏട്ടൻ വേണം അവളോട് ഈ കാര്യം പറയാൻ. അവളുടെ മുഖത്ത് നോക്കി സത്യം പറയാനുള്ള ധൈര്യം എനിക്കില്ല. ശരി, ഞാൻ തന്നെ പറഞ്ഞോളാം. മേഘ പിന്നെ അവരുടെ അടുത്തേക്ക് പോയി എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അച്ഛാ, വിളിച്ചിരുന്നോ? ആ ആ അതേ മോളെ, അച്ഛൻ എന്ത് കാര്യത്തിനാണ് വിളിച്ചതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മേഘ സന്തോഷത്തോടെ പറയാണ്. പക്ഷേ അപ്പോഴേക്കും ലക്ഷ്മിയുടെയും മഹേന്ദ്ര സാറിൻ്റെയും മുഖം ഒന്ന് മങ്ങി. ഞാൻ ചോദിച്ചതൊന്നും അച്ഛൻ ഇതുവരെ പറ്റില്ലെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ളപ്പോൾ ഇതും അച്ഛൻ എതിർക്കില്ല എന്ന് എനിക്കറിയാം. എനിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ 3 കോടി രൂപ തരാമെന്ന് പറയാനല്ലേ? അല്ലേ അച്ഛാ, അതിനല്ലേ എന്നെ വിളിച്ചത്? പറയച്ചാ, അച്ഛൻ ഇത് പറയാനല്ലേ എന്നെ വിളിച്ചത്? നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഒന്നും പറയാതെ നിന്നാൽ ഞാനത് വിശ്വസിക്കും എന്നാണോ? സത്യം പറയ്, എനിക്ക് സർപ്രൈസ് ഒന്നും താങ്ങാൻ പറ്റില്ല. മേഘ കൊഞ്ചിക്കൊണ്ട് പറയച്ചാ. മേഘ, ഇത് നിന്നോട് പറയണോ വേണ്ടയോ എന്ന് ഞങ്ങൾ ഒരുപാട് നാളായി ആലോചിക്കുന്നു. പക്ഷേ ഈ കാര്യം പറയാതിരിക്കാനും കഴിയില്ല. എന്താ അച്ഛാ, എന്താ കാര്യം? മേഘ, നീ ചെറിയ കുട്ടിയല്ല, വിദ്യാഭ്യാസമുള്ളവൾ, വളരെ പക്വതയുള്ളവളുമാണ്. ഞാൻ പറയാൻ പോകുന്നത് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വിശ്വസിച്ചാണ് ഞാൻ പറയുന്നത്. ഈ വിഷയം കേട്ട് നീ എടുത്തുചാടി ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം നിനക്ക് വലിയൊരു ഷോക്കായിരിക്കും. പക്ഷേ നീ തകർന്നു പോകരുത്. ധൈര്യമായിരിക്കണം മോളെ. എന്താ അച്ഛാ, അച്ഛൻ എന്തൊക്കെയായി പറയുന്നത്? അച്ഛൻ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അമ്മേ, അച്ഛൻ എന്തായി പറയുന്നത്? അപ്പോഴേക്കും അമ്മയോട് കരഞ്ഞുപോയി. അച്ഛൻ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. മേഘ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നീ തെറ്റായ തീരുമാനം ഒന്നും എടുക്കില്ലെന്ന് എനിക്ക് സത്യം ചെയ്തു തരണം. അച്ഛാ, ഞാൻ സത്യം ചെയ്യുന്നതൊക്കെ ഇരിക്കട്ടെ, അച്ഛൻ ആദ്യം എന്താ കാര്യം എന്ന് പറയും. ലക്ഷ്മി കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ മേഘ ചോദിക്കുകയാണ്, അമ്മ എന്തിനാ കരയുന്നേ? അച്ഛാ, എന്താ കാര്യം, തുറന്നു പറയച്ചാ. അമ്മ എന്തിനാ കരയുന്നേ? അപ്പോൾ അച്ഛൻ പറയാണ്, മേഘ, ഞാൻ പറയാൻ നിർബന്ധിതനായതുകൊണ്ടാണ് ഇത് നിന്നോട് പറയുന്നത്. മറ്റൊരു ദുരുദ്ദേശവും ഇല്ല. എന്നെ സങ്കടപ്പെടുത്താൻ വേണ്ടിയല്ല മേഘ ഞങ്ങളിത് പറയുന്നത്. അച്ഛാ, മുഖവുരയില്ലാതെ കാര്യം പറയും. മേഘ, നീ ഞങ്ങളുടെ മകളല്ല മോളെ. മേഘ ഒരല്പം വിഷമിച്ച്. മേഘയ്ക്ക് കാര്യം ആദ്യമേ അറിയാമല്ലോ. അപ്പോൾ മഹേന്ദ്രൻ സാർ വീണ്ടും പറയാണ്, അതേ മോളെ, നീ ഞങ്ങൾക്ക് ജനിച്ച മകളല്ല. പിന്നെ മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഈശ്വര, എന്ത് കാര്യമാണോ അച്ഛൻ പറയരുത് എന്ന് ആഗ്രഹിച്ചത് ആ കാര്യം തന്നെ അച്ഛൻ പറഞ്ഞല്ലോ. എന്നിട്ടും ഒന്നും തിരിയാത്ത രീതിയിൽ മേഘ പറയാണ്, എന്താ അച്ഛൻ പറയുന്നേ? ഞാൻ അച്ഛൻ്റെ മകളല്ലെന്നോ? അതേ മോളെ, നീ എനിക്കും ലക്ഷ്മിക്കും ജനിച്ച മകളല്ല. ഞങ്ങൾക്ക് ജനിച്ച കുഞ്ഞിനെ ആരോ എടുത്തിട്ട് നിന്നെ ഞങ്ങളുടെ അടുത്ത് കിടത്തിയിട്ട് പോയി. പക്ഷേ അന്നു മുതൽ നിന്നെ ഞങ്ങളുടെ മകളായിട്ടാണ് വളർത്തിയത്. എന്താ തമാശ അറിയാണോ? അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. വിശ്വസിച്ചേ പറ്റൂ മോളെ. കാരണം DNA ടെസ്റ്റ് കണ്ടിട്ട് നീ ഞങ്ങളുടെ മകളല്ലെന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ഡോക്ടർ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. അച്ഛൻ നുണ പറയുക. അച്ഛനെ ആരോ നുണ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരിക്കുക. അപ്പോൾ ലക്ഷ്മി പറയാണ്, അല്ല മേഘ, നിൻ്റെ അച്ഛൻ പറയുന്നതാ ശരി. DNA ടെസ്റ്റ് നടത്തിയിട്ട് ഡോക്ടർ തന്നെയാ നീ ഞങ്ങളുടെ മകളല്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞത്. മേഘ പിന്നെ അവിടെ തന്നെ ഇരുന്നിട്ട് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട്, അപ്പോൾ ഞാൻ അമ്മയുടെ വയറ്റിൽ പിറന്നതല്ലേ അമ്മേ? എനിക്ക് അച്ഛനും അമ്മയും ആരും ഇല്ലേ? അപ്പോൾ ലക്ഷ്മി പോയിട്ട് ആശ്വസിപ്പിക്കുകയാണ്, മേഘ, അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ. നിന്നെ ഞാൻ പ്രസവിച്ചില്ലെങ്കിലും
നീ എൻ്റെ മകള് തന്നെയാ. കള്ളം പറയണ്ട. നിങ്ങൾക്ക് ജനിച്ച മകൾ ഒരു ദിവസം ഈ വീട്ടിലേക്ക് വന്നാൽ അവളാണ് നിങ്ങളുടെ മകൾ എന്ന് പറയില്ലേ? എന്നെ പിന്നെ മകൾ എന്ന് പറയുമോ? അവളെയല്ലേ മകളായിട്ട് സ്വീകരിക്കൂ. ഞാൻ നിങ്ങൾക്ക് അന്യായിട്ട് മാറില്ലേ? മേഘയും കരയാണ്, ലക്ഷ്മിയും കരയാണ്. അല്ല മേഘ, നീ അങ്ങനെയൊന്നും പറയല്ലേ. ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലുമില്ല. വെറുതെ എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെയൊന്നും പറയരുത്. മേഘ, നീ ഞങ്ങളെ വിശ്വസിക്കും മോളെ. അച്ഛൻ പറയാം. നീ ഞങ്ങളുടെ മകളല്ലെന്ന് വെച്ച് നിന്നെ ഒരിക്കലും ഞങ്ങൾ കൈവിടില്ല മോളെ. നിനക്കും പ്രിയയ്ക്കും വേണ്ടി എന്തൊക്കെ ചെയ്യണം അതെല്ലാം ഞങ്ങൾ ഉറപ്പായും ചെയ്യും. മേഘ നീ കരയല്ല. അപ്പോൾ മേഘ പറയാണ്, എനിക്കെങ്ങനെ അത് വിശ്വസിക്കാൻ പറ്റും? ഞാൻ നിങ്ങളുടെ മകളല്ല എന്ന് അറിഞ്ഞതിന് ശേഷം എനിക്കും പ്രിയയ്ക്കും വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യാനാ? ഇനി മുതൽ ഈ വീട്ടിൽ ഒരു ആരാധ്യയായിട്ടാണ് ഞാൻ കഴിയാൻ പോകുന്നത്. ഏയ് മേഘ, നീ കരയല്ല. അപ്പോൾ അവൾ പറയാണ്, ഞാൻ നിങ്ങളുടെ മകളല്ലെന്നറിഞ്ഞാൽ ഈ വീട്ടിലെ വാച്ച്മാൻ പോലും എനിക്കൊരു വിലയും തരില്ല. ഇനി അപമാനവും കഷ്ടപ്പാടും ഒക്കെ സഹിച്ച് ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഞാൻ മരിച്ചാൽ ഇവിടെ ആർക്കും ഒരു വിഷമവും ഉണ്ടാവില്ല. ഏയ് മേഘ, നീ അങ്ങനെയൊന്നും ചിന്തിക്കല്ല. പിന്നെ മേഘ കൈകൂപ്പിക്കൊണ്ട് പറയാണ്, പ്രിയയെ എങ്ങനെയെങ്കിലും പഠിപ്പിച്ച് വലിയ ആളാക്കണം. ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും വേണ്ട. എപ്പോഴേ നിങ്ങളുടെ മകളല്ലെന്ന് അറിഞ്ഞു അപ്പോഴേ എല്ലാം അവസാനിച്ചു. ഇനി ഞാൻ ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ പോലും ഞാൻ ഒരനാഥയാണെന്നുള്ള സത്യം ആരോടും പറയരുത്. ഏയ് മേഘ, അങ്ങനെയൊന്നും പറയല്ല. ഞാൻ അനാഥയായിട്ട് മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഏയ് എന്താ മേഘ, എന്തിനാ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. രണ്ടുപേരും പോയി ആശ്വസിപ്പിക്കുകയാണ്. മേഘ എണീക്ക്. എന്നിട്ട് അവളെ എണീപ്പിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എന്നെ ആരും സമാധാനിപ്പിക്കണ്ട. ഞാനിനി ജീവനോടെ ഉണ്ടാവില്ല. മേഘ, ഏയ് ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക് നീ. എന്നോടാരും ഒന്നും പറയണ്ട. പെട്ടെന്നൊരു തീരുമാനം എടുക്കരുത്. എനിക്കൊന്നും കേൾക്കണ്ട. ഞാനിനി എന്തിനാ ജീവനോടെ ഇരിക്കുന്നേ? പറയുന്നത് കേൾക്ക് മോളെ. എനിക്കിനി ജീവിക്കണ്ട. എന്നെ വിട്. മേഘ രണ്ടുപേരുടെയും കൈ തട്ടി മാറ്റിയിട്ട് ഓടുകയാണ്. മേഘ നിൽക്ക് മോളെ, നിൽക്ക്. അവളെന്താ ഇങ്ങനെ പറഞ്ഞിട്ട് പോകുന്നേ? മേഘ നിൽക്ക് മോളെ. മേഘ പെട്ടെന്ന് ഓടിപ്പോയി മുറിയിൽ കയറി കതകടച്ചു കുറ്റിയിട്ടു. അപ്പോൾ പുറത്തു നിന്ന് വിളിക്കുകയാണ് അച്ഛനും അമ്മയും. മേഘ കതക് തുറക്ക് മോളെ. മേഘ കതക് തുറക്ക്. വാതിൽ തുറക്ക് മോളെ. കതക് തുറക്ക് മേഘ, കതക് തുറക്ക്. ഏട്ടാ എനിക്ക് പേടിയാവുന്നേട്ടാ. പറയുന്നത് കേൾക്ക് മോളെ. മേഘ കതക് തുറക്ക്. മേഘ അകത്ത് കയറിയിട്ട് കരയാണ്. അപ്പോൾ ലക്ഷ്മിയമ്മ പറയാണ്, ഏട്ടാ ഞാൻ അതുകൊണ്ടാണ് ഈ കാര്യം അവളോട് പറയണ്ട എന്ന് പറഞ്ഞത്. കണ്ടില്ലേ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചത്. മേഘ കതക് തുറക്കും മോളെ. മേഘ, ഞാൻ അവളുടെ മകളല്ലെന്നുള്ള സത്യം അവർ അറിഞ്ഞു. ഇനി ഈ വീട്ടിൽ എപ്പോഴും കഴിയുന്നത് പോലെ കഴിയണമെങ്കിൽ എന്തെങ്കിലും വലിയൊരു നാടകം കളിക്കണം. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും എന്നെ ഓടിക്കും. മേഘ പിന്നെ ഫാനിൽ കെട്ടി തൂങ്ങാനുള്ള വഴി നോക്കുകയാണ്. അപ്പോൾ പുറത്തു നിന്ന് അച്ഛനും അമ്മയും വിളിച്ച് ഇടങ്ങാറാക്കുകയാണ്. മേഘ കതക് തുറക്ക് മോളെ, കതക് തുറക്ക്. ഏട്ടാ എനിക്ക് പേടിയാവുന്നു. മേഘ മുറിയിൽ ഒരു സാരി എടുത്തിട്ട് ഫാനിൽ കെട്ടുകയാണ്. മേഘ ആ സാരിയുടെ കുരുക്ക് കഴുത്തിലിടുകയാണ്. അപ്പോഴേക്കും മഹേന്ദ്രൻ സാർ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. അപ്പോൾ കാണുന്നത് മേഘ സാരിയിൽ കുരുക്ക് ഇടുകയാണ്. ഏട്ടാ ചെന്ന് പിടിക്ക് എന്ന് പറഞ്ഞ് ഏട്ടനെ തള്ളി അയക്കുകയാണ്. അപ്പോൾ മേഘയെ പിടിച്ചു പൊക്കിയിട്ട് സാരിയുടെ കുരുക്ക് അഴിച്ചു. എന്താ മോളെ മേഘ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? എന്തിനാ ഞാനിനി ജീവിക്കുന്നേ? ഒരു അനാഥയായിട്ട് എനിക്കിനി ജീവിക്കണ്ട. എന്നെ വെറുതെ വിട്. ഞാൻ മരിക്കുന്നതാ നല്ലത്. ചുമ്മാ ഇരിക്കും മോളെ. നീ എന്തിനാ ഇങ്ങനെ അപശകുനായിട്ട് സംസാരിക്കുന്നേ? ഞങ്ങളുടെ മകളെന്ന കാര്യം ഞങ്ങൾക്ക് മുമ്പേ അറിയാമായിരുന്നു. നീ ഇങ്ങനെ എന്തെങ്കിലും വിവരമില്ലായ്മ കാണിക്കും എന്ന് കരുതിയാണ് ഞങ്ങൾ നിന്നോട് ഇത്രയും നാൾ സത്യം പറയാതിരുന്നത്. ഇപ്പോൾ പറയേണ്ടത് ആവശ്യമായിട്ട് വന്നു. അതുകൊണ്ടാണ് നിന്നോടിപ്പോൾ സത്യം പറഞ്ഞത്. മേഘ അവിടെ ബെഡിലിരുന്ന് പൊട്ടി കരയാണ്. അപ്പോൾ ലക്ഷ്മി അമ്മ പറയാണ്, നീ എന്നെങ്കിലും ഒരു ദിവസം ഇത് അറിയണം എന്നുള്ളത് കൊണ്ടാണ് നിന്നോടിപ്പോൾ പറഞ്ഞത്. വേറെ ഒരു കാരണവും ഇല്ല. ഞാൻ ഈ സത്യം അറിയണം എന്നുള്ളത് കൊണ്ടാണല്ലോ ഇപ്പോൾ എന്നോട് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഈ വീട് തമ്മിൽ ഒരു ബന്ധവും ഇല്ല എന്ന്, ഇവിടെ നിന്ന് പുറത്തു പോകണം എന്ന് പറയാൻ വേണ്ടിയാണോ ഇതൊക്കെ പറഞ്ഞത്? അയ്യോ മേഘ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? നീ എൻ്റെ വയറ്റിൽ ജനിച്ചില്ലെങ്കിലും നീ എൻ്റെ മകൾ തന്നെയാണ്. അവസാനം വരെയും നീ ഞങ്ങളുടെ മകളായി തന്നെ ഇരിക്കും. അതെങ്ങനെയാ എനിക്കിനി നിങ്ങളുടെ മകളായിട്ട് കഴിയാൻ പറ്റുക? നിങ്ങളുടെ സ്വന്തം മകൾ നിങ്ങളെ തേടി വന്നാൽ ഞാൻ പിന്നെ ആരുമില്ലാത്തവൾ ആവില്ലേ? അപ്പോൾ നിങ്ങൾ എന്നെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ നോക്കില്ലേ? ഉറപ്പായിട്ടും മോളെ, അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്യില്ല.
ഇപ്പോൾ ഞങ്ങൾ എങ്ങനെയാണോ നിന്നെ സ്നേഹിക്കുന്നത് അതുപോലെ തന്നെയായിരിക്കും ഇനി അങ്ങോട്ടും. നിങ്ങൾ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത്? നാളെ നിങ്ങളുടെ കുട്ടിയെ കിട്ടിയാൽ നിങ്ങൾ എന്നെ ഒരു അന്യായിട്ടല്ലേ കാണുള്ളൂ. എനിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരമാണ് ഉണ്ടാവുക? എല്ലാ അധികാരവും നിങ്ങളുടെ മകൾക്കല്ലേ ഉണ്ടാവൂ. ദേ നോക്ക് മേഘ, നീ സ്വയം ഓരോന്നും മെനഞ്ഞുണ്ടാക്കരുത്. നിനക്കിപ്പോൾ ഈ വീട്ടിൽ എന്തൊക്കെ അവകാശങ്ങളുണ്ടോ അതൊക്കെ എപ്പോഴും ഉണ്ടാവും. ആ മോളെ. അതേസമയം തെറ്റ് ചെയ്യുന്നത് സ്വന്തം മകളായാലും ശരി, നീ ആയിരുന്നാലും ശരി, അത് ഞങ്ങൾ തിരുത്തും മോളെ. അത് ഞങ്ങളുടെ കടമയാണ്. ഇല്ല, നിങ്ങൾ അവസാനം വരെ ഇങ്ങനെ ആയിരിക്കില്ല എന്നോട് പെരുമാറുന്നത്. നിങ്ങളുടെ മകളെ കിട്ടിയ ഉടനെ നിങ്ങളൊക്കെ മാറും. 25 വർഷമായിട്ട് നിങ്ങളാണ് ലോകം എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കും എനിക്കും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് മനസ്സിലാക്കി. നോക്ക് മേഘ, നീ ഈ വീട്ടിലെ ഞങ്ങളുടെ മകളല്ല എന്നുള്ള സത്യം ഞങ്ങൾ ആരോടും പറയില്ല. ഈ സത്യം ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും അറിയില്ല മോളെ. മാത്രമല്ല, ഈ വിവരം നിന്റെ മുത്തശ്ശനോടോ സിദ്ധാർത്ഥിനോടോ ജാനകിയോടോ ഒന്നും ഞങ്ങൾ പറയില്ല. സത്യമാണോ അച്ഛാ? അച്ഛൻ പറയുന്നത് എനിക്ക് വിശ്വസിക്കാമോ? നീ വിശ്വസിച്ചേ പറ്റൂ മോളെ. നീ ഞങ്ങളുടെ മകളല്ല എന്ന കാര്യം ഞങ്ങൾ ആരോടും പറയില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മകൾ വന്നാലോ? അപ്പോൾ പറയില്ലേ? ഇനി ഞങ്ങളുടെ മകൾ ഞങ്ങളെ തേടി വന്നാലും നീ ഞങ്ങളുടെ മകളല്ലെന്നുള്ള കാര്യം ഈ വീട്ടിൽ ആരോടും പറയില്ല. അപ്പോൾ അമ്മ എനിക്ക് സത്യം ചെയ്തു തരൂ, എന്നാലേ ഞാൻ വിശ്വസിക്കൂ. അപ്പം തന്നെ സത്യം ചെയ്തു കൊടുക്കുകയാണ്. സത്യമായിട്ടും നീ ഞങ്ങളുടെ മകളല്ലെന്ന കാര്യം ആരോടും പറയില്ല. ലക്ഷ്മി കൈകൊടുത്ത് സത്യം ചെയ്യുന്നത് കണ്ട് മഹേന്ദ്രൻ സാർ ഞെട്ടി നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. മേഘ ലക്ഷ്മിയോട് പറയാണ്, നിങ്ങളെന്നെ അവഗണിക്കും എന്ന് ഞാൻ വല്ലാതെ ഭയന്നു. ഇല്ല മേഘ, അങ്ങനെയൊരു തെറ്റ് ഞങ്ങൾ ഒരിക്കലും ചെയ്യില്ല. എപ്പോഴും നീ ഞങ്ങളുടെ മകൾ തന്നെയാണ്. അത്രയും പറഞ്ഞ് ലക്ഷ്മിയും മഹേന്ദ്രൻ സാറും അവിടെ നിന്ന് പോയി. മേഘ മനസ്സിൽ ചിരിക്കുകയാണ്. മേഘയ്ക്ക് പുതിയ അറിവല്ലല്ലോ. സിദ്ധുവിൻ്റെ കാറിലാണ് അനു വന്നിട്ട് ഇറങ്ങുന്നത് കോളേജിൽ. അപ്പോൾ ചന്ദ്രിക മുമ്പ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ചന്ദ്രികയോട് പറയാണ്, കോഫി കുടിക്കാലോ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് കൊണ്ടുപോയതാ. സിദ്ധുവും ആ വണ്ടിയിൽ നിന്നും ഇറങ്ങി. അപ്പോൾ ചന്ദ്രിക ഷോക്കടിച്ചതുപോലെ നിൽക്കുകയാണ്. അങ്ങനെയാണ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ.